ചെന്ന് വണ്ടി കയറി അക്ഷര. ഇവനെ പോലൊരുത്തനോട് സംസാരിച്ചിരിക്കാൻ നാണോല്ലേ അക്ഷരയ്ക്ക്? ഇവൻ ആരാണെന്നറിയോ? കൊടും വിഷമാ, വിഷം. അടുത്തോടി പോയാ മതി, അപ്പൊ നമ്മൾ ചാവും. അതെ, ഞാൻ വിഷമാണോ ഐസ്ക്രീം ആണെന്ന് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഞങ്ങളൊരു സീരിയസ് വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്കേറെ നിന്നോടാരാ പറഞ്ഞേ? അനുവാദമില്ലാതെ കയറി വരാം എനിക്ക് അക്ഷരയുടെ ഏത് വിഷയത്തിലും. അതിനുള്ള അവകാശം അധികാരം ഉള്ളതുകൊണ്ട് തന്നെ വന്നത്. നമുക്ക് പോവാം വിശാൽ. അങ്ങനെ അങ്ങ് പോയാലോ? തീരുമാനം പറഞ്ഞിട്ട് പോകും. നേരത്തെ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എന്റെ തീരുമാനം. നിന്റെ സഹായം ഒന്നിനും എനിക്ക് ആവശ്യമില്ല. നല്ലവണ്ണം ആലോചിച്ചിട്ട് തന്നെയാണ് നീ പറയുന്നത്. അതേടാ, നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാ പറയുന്നേ. അക്ഷര, നീ ചെന്ന് വണ്ടി ഇരിക്കും. ഇവന്റെ പ്രശ്നം തീർത്തിട്ട് ഞാൻ വരാം. പബ്ലിക് പ്ലേസാ, മഴക്കൊന്നും വേണ്ട. അതേ നോക്കിക്കോളാം. ചെല്ല്. എന്താണ് നിനക്ക് വേണ്ടത്? നീ എന്നോട് ചോദിക്ക്, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നിന്റെ മറുപടിയല്ല ആവശ്യം. അവര് പറയട്ടെ. അവരല്ലേ നിരഞ്ജനെന്ന് വൃത്തിയിട്ടം പറ്റിച്ചോണ്ടിരിക്കുന്നത്. നിരഞ്ജൻ അങ്ങനെ പലതും ചെയ്യും. അതിന് നിനക്കെന്താടാ? ഒന്നാമത് നീ ആരാ അതൊക്കെ ചോദിക്കാൻ? അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ വേറെയുണ്ട്, അവരന്വേഷിച്ചോളും. എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം കണ്ടാല് ഉടനെ അവിടെ ചാടി വീണ് അത് നശിപ്പിച്ച് കുളം കലക്കുന്നവരിൽ പ്രധാന നീയെന്ന് എനിക്കറിയാം. നിന്റെ ആ സ്വഭാവം ഇവിടെ എടുക്കണ്ട. എടുത്താ തടി കേടാവും. വെറുതെ അതിനുള്ള അവസരം ഉണ്ടാക്കണോടാ. മേലാൽ അവളെ വിളിച്ചു പോകരുത്. വിളിച്ചു എന്നങ്ങനെ ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്റെ ജീവിതം സെൻട്രൽ ജയിലിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. നിന്നെ ഞാൻ കൊന്നിരിക്കും. മറ്റാരും പറയുന്ന പോലെയല്ല. കൊല്ലൂ എന്ന് പറഞ്ഞാൽ കൊല്ലും. മനസ്സിലായടാ? എന്തായി സ്വാമി? പ്രശ്നമാണ് സാറ്. നമ്മൾ വിചാരിച്ച റൂട്ടിലൂടെ അല്ല വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാ നിരഞ്ജൻ സാർ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് സാർ ഒരിക്കലും എന്നോട് ചോദിച്ചല്ലോ. കൃത്യമായിട്ടൊരു ഉത്തരം എനിക്കന്ന് പറയാൻ പറ്റിയില്ല. ഇപ്പോഴല്ല കാരണം മനസ്സിലായത്. നിരഞ്ജൻ സാറ് പ്രതികാരം ചെയ്യുക സാറേ. പ്രതികാരം? ആരോട്? എന്തിന്? അതിന് ഞങ്ങൾ അയാളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. സാറ് ചെയ്തില്ല, അക്ഷര മേഡം ചെയ്തു. ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? മോള് വിശാലിൻ്റെ ഒപ്പം പോണു. അവര് മിക്കവാറും ആ പഴയ അടുപ്പം പൊടി തട്ടി എടുത്തിട്ടുണ്ടാവും സാറേ. അത് സഹിക്കാൻ വയ്യായിട്ടാവും നിരഞ്ജൻ സാറും മാലിന്യം തമ്മിൽ അടുത്ത്. പകരത്തിന് പകരം. അങ്ങനെയൊന്നും വരാൻ ഒരു വഴിയില്ല സാർ. നിരഞ്ജൻ തന്നെയല്ലേ വിശാലിനെ അവിടെ കൊണ്ടുവന്നു. നിരഞ്ജനും വിശാലും നല്ല ഫ്രണ്ട്സാണ് സ്വാമി. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ സാർ തന്നെ പറ. ഇത്രയും രാവിലെ അക്ഷരാമയുടെ എന്തിനാ വിശാലിന്റെ വണ്ടി കയറി പോയത്?
വിശാൽ എന്ന് പറയണ മോളുടെ ശത്രുവായിരുന്നില്ല. ആ അവസ്ഥ എപ്പോഴും മാറിയത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സഹായത്തിനായിരിക്കും. അങ്ങനെ ആയിക്കൂടെ സ്വാമി? സഹായം ചോദിച്ച് വിളിക്കാൻ പറ്റിയ ആളാണോ സാറേ വിശാല്? അവനെ കുടുംബത്തിൽ കയറ്റം കൊള്ളാമോ? പണ്ടേ ഞാൻ സാറിനോട് പറഞ്ഞത് ഒഴിവാക്കണം. കേട്ടില്ലല്ലോ? നീ അനുഭവിക്കുക. എന്റെ സ്വാമി, സത്യം എന്തെന്നറിയാതെ നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത് ഇപ്പൊ ശരിയല്ല. ഞാൻ എൻ്റെ 2 കണ്ണോണ്ട് കണ്ടതാ സാറേ അവരുടെ പോക്ക്. അതിലെല്ലാം ഉണ്ട്. ഇനി അത് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും പ്രശ്നത്തിലേക്ക് തന്നെയാണ് മാഡത്തിന്റെ പോക്ക്. ഭർത്താവിനോ വഴിതെറ്റി. ഇനി വാശിക്ക് ഭാര്യയും കൂടി വഴിതെറ്റിയാണോ വേണ്ടത്? മാഡം അങ്ങനെ ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ആ ദിശയിലേക്കാണ് മാഡത്തിന്റെ പോക്ക്. എന്താ വേണ്ടെന്ന് സാറൊന്ന് ആലോചിച്ച് തീരുമാനിക്കും.